റെഡിയാണോ? സഞ്ചരിച്ച ബസ്സും ഓട്ടോയുമായ സംഭവം ഏകദേശം എത്ര മണിക്കാണ്? ഒരു 5:30 മണിയായിട്ട്. ബസ് അമിതവേഗത്തിലായിരുന്നു. സമയത്ത് നമ്മളറിയില്ല, കഴിഞ്ഞിട്ടില്ല. ആൾക്കാരെ പോകുന്നപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് പോകുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇതിന് മുമ്പ് തന്നെ ഒരു സ്ത്രീ മരണപ്പെട്ടില്ല. ഈ ഓട്ടോ ഡ്രൈവർക്ക് അതീവ ഗുരുതരാവസ്ഥയാണ് ഇവിടെ എത്തിയിട്ടാണ് മരണപ്പെട്ടത്. പിന്നെ 2 പേരെ ഗുരുതരായിട്ട് വരുമ്പോൾ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോൾ എന്താണ് അവസ്ഥ ഒന്ന് ഡെത്തായി എന്ന് പറയുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് പിന്നെ ഈ ഡ്രൈവറും ഈ കുട്ടി മരണപ്പെട്ടത്. ഓട്ടോ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായിരുന്നു. ഓട്ടോ ഏകദേശം പൂർണ്ണമായി. ഓട്ടോയിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? എന്തായാലും 8-9 ആൾക്കാരുണ്ട്. ചെറിയ കുട്ടികളടക്കം, ചെറിയ പിഞ്ചു കുട്ടിയുണ്ട്. പിഞ്ചു കുട്ടി ഇപ്പോൾ 3 കുട്ടികളെ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല, ചെറിയ നിസ്സാര പരിക്കുകളുണ്ട്. ഒക്കെ ഓട്ടോറിക്ഷയിലാണ്. ഓട്ടോയിൽ എത്രത്തോളം ആളുകളുണ്ടായിരുന്നു? ഓട്ടോയിൽ എത്ര ആളുകളുണ്ടായിരുന്നു? ഏകദേശം 8-9 ആൾക്കാരുണ്ട്. അധികം കുട്ടികളായിരുന്നു? അധികം കുട്ടികളാണ്. മുതിർന്ന ആളുകൾ 3 ആളായിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അവര് കിഴക്കേത്തലിൽ നിന്ന് പിന്നെ പുല്ലൂർ എന്ന സ്ഥലമുണ്ട്, മഞ്ചേരി മുനിസിപ്പാലിറ്റി. അവർക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് സംഭവം. ഇന്ത്യൻ പാസ് പരിശോധിക്കട്ടെ. ഇതിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ സംയുക്തമായിട്ട് പരിശോധന ഉണ്ട്. അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ? ഇനിയിപ്പോൾ എന്തെങ്കിലും അവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറ്റാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവിടെ വേറെ ആക്സിഡൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ നാഷണൽ ഇപ്പോൾ 3 ആണ്. 2 പേരുടെ സീരിയസ് ആണെന്നുണ്ടോ അതൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ഒരു സ്ട്രേറ്റ് റോഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കട്ടെ, മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243.